ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഓഡിയോ ഫയൽ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ ഫയലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓഡിയോ ഫയൽ എങ്ങനെ നമുക്ക് ട്രിം ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൺലൈനായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓഡിയോ ട്രിം എന്നുള്ളതോ അല്ലെങ്കിൽ ട്രിം ഓഡിയോ എന്നുള്ളതോ സെർച്ച് ചെയ്യുക. അപ്പം ട്രിം ഓഡിയോ എന്നുള്ളത് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ mp3cut.net എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റിൽ എത്തുന്നതായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഓഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് ഈ ഒരു ഓഡിയോ സെലക്ട് ചെയ്യാണ്. അപ്പം ഈ ഒരു ഓഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഡിയോ ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് നമുക്ക് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും അതുപോലെ തന്നെ എൻഡിങ് പോയിന്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പ്ലേ നോക്കിയിട്ട് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും MP3 തന്നെയാണ് വെക്കുന്നത്. ഇനി ഇത് സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞാൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഓഡിയോയുടെ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.